to my channel Fast Creations. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ആപ്ലിക്കേഷൻ്റെ പേര് അലൈറ്റ് മോഷൻ എന്നാണ്. ഇതിൽ അലൈറ്റ് മോഷൻ എന്ന വാട്ടർമാർക്കും ഉണ്ടാവും. നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇനി ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടത് എല്ലാം ചൂസ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ നെയിം കൊടുക്കാം, പിന്നെ എലമെൻ്റ് ആണെങ്കിൽ എലമെൻ്റ് കൊടുക്കാം, സൈസും ചൂസ് ചെയ്യാം, പിന്നെ റെസൊല്യൂഷൻ ചൂസ് ചെയ്യാം, ഫ്രെയിം റേറ്റും ചൂസ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൽ പോകും. എന്നിട്ട് ഈ അലൈറ്റ് മോഷൻ എന്ന നമ്മൾ മേലെ കാണുന്ന ഈ വാട്ടർമാർക്ക് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. റിമൂവ് എന്ന് കൊടുത്താൽ നമുക്ക് നമ്മളൊരു പേജിലോട്ട് പോകാം. അവിടെ ഇത് ക്യാഷ് കൊടുത്ത് റിമൂവ് ചെയ്യാവുന്നതാണ്. അത് മൊത്തത്തിൽ റിമൂവ് ആവില്ല, ഒരു മാസത്തിന് അങ്ങനെയാണ് ഇത് റിമൂവ് ആവുക. പിന്നെ ഇത് ബോട്ടം എന്ന് കൊടുത്താൽ അടിയിലോട്ടാകും, ടോപ്പ് എന്ന് കൊടുത്താൽ മേലോട്ടുമാകും. ഇനി ഇതിൽ ആഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതിൽ നോക്കാം. ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് എന്ന് വരും. അതിൽ നമുക്ക് കുറേ ഷേപ്പുകൾ കാണാം, അത് നമുക്ക് വേണേ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇമേജും വീഡിയോ സെലക്ട് ചെയ്യണമെങ്കിൽ ഇമേജ് ആൻഡ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ പോയി സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നീട്ടാനും പറ്റും, വെക്കാനും പറ്റും. ഇതിൻ്റെ നമുക്ക് ഇതിങ്ങനെ കൈകൊണ്ട് ഇവിടെ വെച്ച് നീക്കുന്നതിന് പകരം ഇതിൻ്റെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ നീക്കാവുന്നതാണ്. ഇതിൽ എത്ര വേണേലും നമുക്ക് നീക്കാം. അതേപോലെ പല ഓപ്ഷൻസും ഉണ്ട്, ചെറുതാക്കാനും വലുതാക്കാനും എല്ലാം ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് ചെരിയാനും ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഇനി ഇതിൽ ഈ ഐ എൻ്റെ ഒരു ചിഹ്നം നിൽക്കൽ അത് കാണാൻ പറ്റില്ല നമുക്ക്. ഇതിൽ നമുക്ക് ഓരോ ഷേപ്പുകൾ ആഡ് ചെയ്ത് അതൊന്ന് ഭംഗി കൂട്ടാം ഇതിൻ്റെ. ഇപ്പോൾ ഞാനിങ്ങനത്തെ ഒരു പിന്നിൻ്റെ ഫോട്ടോ ഷേപ്പാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ കളറാക്കിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് നമുക്ക് വലുതാക്കാനും കഴിയും, എത്ര വേണേലും വലുതാക്കാം. പിന്നെ നമുക്കിതിൽ ഓഡിയോ വെക്കണമെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഓഡിയോ കിട്ടുകയാണ്. ഇങ്ങനെ ആയിരിക്കും ഓഡിയോസ് വരിക. നമ്മുടെ ഫോണിൽ കാണുന്ന ഓഡിയോസ് തന്നെയാണിത് എല്ലാം. ഞാനൊരു ഓഡിയോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ വലിച്ചു നീട്ടുകയാണ്, കുറച്ചൊക്കെ നീട്ടി. ഈ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല എലമെൻറ്റ്സും ഉണ്ടാക്കാൻ കഴിയും. ഇതിൽ ഓരോ എലമെൻറ്റ്സ് ഉണ്ടാക്കി ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്കത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എലമെൻറ്റ്സ് ഇൻട്രോ ആക്കി ഉണ്ടാക്കാനും കഴിയും നമുക്ക്. പിന്നെ ഓരോ നെയിം എഴുതി ഉണ്ടാക്കാനും കഴിയും. ഇനി ഇതിൽ ഡൗൺലോഡ് എലമെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ എലമെൻറ്റ്സ് ഡൗൺലോഡ് ആക്കാൻ കഴിയുന്നതാണ്. ഞാനിതൊന്ന് ഡൗൺലോഡാക്കി, ഇത് ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് നമുക്ക് വലുതാക്കി വെക്കാൻ കഴിയും. അവിടെ നമുക്ക് പല ഷേപ്പിലും ആക്കാം.
നമുക്ക് ഉദ്ദേശിക്കുന്ന മാതിരിയാക്കാൻ ഇത് ഇവിടെ ഇങ്ങനെ ലോഡിംഗ് ആവുന്നതും നമുക്ക് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കാനും കഴിയും. സാമ്പിൾ കാണിച്ചു തരാം. പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ടെസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. എന്നിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ വരും. ഇവിടെ വന്നിട്ടുണ്ടത്. ഞാൻ ആ ഫോട്ടോ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഫോട്ടോ ഒഴിവാക്കി. ഇനി പോപ്പ് ടൈറ്റിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഇതാണ് പോപ്പ് ടൈറ്റിൽ. ഇനി ഫാസ്റ്റ് ക്രിയേഷൻസ് എന്നുള്ളതും ഇവിടെ നമുക്കോട്ട് ഒന്ന് വലുതാക്കാം. ഇത്ര ഒന്നും വേണ്ട, ഞാനിപ്പോൾ വെറുതെ ഒന്ന് ഇത്രക്കും എളുപ്പമാക്കിയതാണ്. ഇവിടെ വെച്ച് ഒന്നുകൂടി വലുതാക്കാം നമുക്ക്. ഇത്രക്കും മതി. അത് ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്രിയേഷൻ എന്നുള്ളതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ബ്ലാക്ക് വേണ്ട, വൈറ്റ് ആക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഭംഗിയുണ്ട്. ഇനി നമുക്ക് വേറെ എലമെൻ്റ് ഒന്ന് ഡൗൺലോഡ് ആക്കി നോക്കാം. ഈ എലമെൻ്റ് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് അവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇല്ല, ഇനി നമുക്ക് അവിടെ കൂടി ഒന്ന് എഴുതി കൊടുത്തു നോക്കാം. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇതിലിപ്പോൾ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൽ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കിതിൽ ഫീച്ചേഴ്സ് എഫക്റ്റ് ആഡ് ചെയ്യാൻ കഴിയും. ആഡ് എഫക്റ്റ്, ഓരോ എഫക്റ്റുകൾ ആഡ് ചെയ്യാം നമുക്ക് ഇതിൽ. ഇങ്ങനെയാണിത്. എല്ലാത്തിലും അതിൻ്റേതായ ഓരോ ഭാഗത്തും നമുക്ക് ഇതിൽ സേവ് ചെയ്യൽ, ഈ സെറ്റിങ്സിൻ്റെ അടുത്തുള്ള ഈ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടത് ഏത് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊജക്റ്റ് പാക്കേജ് നമുക്ക് ക്യാഷ് കൊടുത്ത് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ എന്നുള്ളതിൽ എക്സ്പോർട്ട് ചെയ്യുകയാണ്. അതിലിങ്ങനെ വരും. അപ്പോൾ നോ താങ്ക്സ്, ഐ ലൈക്ക് ദ വാട്ടർമാർക്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ പ്രിപ്പയറിംഗ് ടു എക്സ്പോർട്ട് എന്ന് വരും. ഞാനിത് എക്സ്പോർട്ട് ചെയ്യുന്നില്ല, കുറേ സമയമെടുക്കും. ഇത് വലിയൊരു സോങ്ങും ഇതെല്ലാം വെച്ചതുകൊണ്ട് കുറേ സമയമെടുക്കും. ഇനി
എക്സ്പോർട്ട് ആവാൻ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ബൈ.